നമുക്ക് ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്നേ മീനാക്ഷി ആര്യനോട് പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ തന്നെ ഗോപാലന്റെ പണം കൊടുത്തേക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ചിട്ട് ആര്യം പറഞ്ഞു, അത് പിന്നെ മീനാക്ഷി ചേച്ചി എന്റെ അത്ര പണമൊന്നുമില്ല, സാരമില്ല, ഞാൻ ആരുടെങ്കിലും വാങ്ങിച്ചോളാം, ഒന്ന് രണ്ടിടത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അത് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, എന്തിനാ ആര്യ, എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇതൊക്കെ അറിയുമായിരുന്നെങ്കിൽ ഞാൻ ട്രെയിനിങ്ങിന് പോയില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ആര്യം പറഞ്ഞു, പിന്നെ ഇതായപ്പം നല്ലതായത്, ട്രെയിനിങ് ആണ് പ്രധാനം, അല്ലാതെ പണമല്ല. പണം ഇന്ന് വരും നാളെ പോകും, അതുകൊണ്ട് ആ കാര്യം ഓർത്ത് നീ പേടിക്കണ്ട, നിന്നോട് പറയുന്ന കാര്യങ്ങൾ നീ ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞു. നാളത്തെ കാര്യമില്ലേ, എവിടെന്നേലും പൈസ ഉണ്ടാക്കാം, എങ്ങനെയാലും ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ മീനാക്ഷി പറഞ്ഞു, പണത്തിന്റെ കാര്യം ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട, അതെ നാളെ പണം ഞാൻ എത്തിച്ചേരാന്ന് പറഞ്ഞു. മീനാക്ഷി ചേച്ചി എവിടെ നിന്ന് എത്തിക്കാനാ? എന്റെ PF ന്ന് കുറച്ച് പൈസ എനിക്ക് എടുക്കാം, നാളെ ഞാനത് എടുത്ത് തരാന്ന് പറഞ്ഞു. 25,000 രൂപയുടെ കാര്യമല്ലേ ഉള്ളെന്ന് ചോദിച്ചു. അത് കേട്ടപ്പം മിത്രയ്ക്ക് ഭയങ്കര സന്തോഷമായി. മിത്ര വന്ന് മീനാക്ഷിയെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നാലും മീനാക്ഷി ചേച്ചി ഒത്തിരി നന്ദിയുണ്ടെന്ന് പറഞ്ഞു. നന്ദിയോ? എന്നോട് എന്തിനാ നന്ദി പറയണേ? അതിന്റെ ആവശ്യമുണ്ടോ? നമ്മളെ അന്യരാണോ? അല്ലല്ലോ, അതുകൊണ്ട് നന്ദി വാക്കിന്റെ ഒന്നും ആവശ്യമില്ലാന്ന് പറഞ്ഞു. അങ്ങനെ മീനാക്ഷി മുറിയിലേക്ക് കയറി പോരുക. ഈ സമയത്ത് മുറിയിലിരുന്ന് ആകാശ് ഇങ്ങനെ കടയിലെ കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കുവാണ്. 2 പാട്ട എണ്ണയുടെ കുറവുണ്ട്, അതിനി എവിടെ പോയി എന്തോ. കോമഡി സ്റ്റോഴ്സ് ബാലനെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ തലയെടുക്കും. ഇനിയിപ്പൊ എന്താ ചെയ്യണ്ടേ? ഒരു കാര്യം ചെയ്യാം, രാമേണ്ണനെ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് കരുതി രാമേണ്ണനെ വിളിക്കുകയാണ്. അപ്പോഴേക്കും മീനാക്ഷി മുറിയുടെ അങ്ങോട്ടേക്ക് വന്നു. രാമേണ്ണനെ വിളിച്ചിട്ട് 2 പാട്ട എണ്ണയുടെ കാര്യം ചോദിക്കുകയാണ്. 2 പാട്ട എണ്ണ കുറവുണ്ടല്ലോ രാമേട്ട. അതാണോ? അത് നേർച്ച കൊടുത്തെന്ന് പറഞ്ഞു. ഓ ശരിയാ, അപ്പൊ അങ്ങനെയാണല്ലേ. എല്ലാ മാസം കൊടുക്കാറുണ്ടോന്ന് ചോദിച്ചു. അതൊക്കെ കൊടുക്കാറുണ്ട്, അമ്പലത്തിൽ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോഴാ ഒരു സമാധാനമായത്. ആകെപ്പാടെ ടെൻഷനായി പോയിട്ടുണ്ടായിരുന്നു. എങ്ങാനും അല്ലായിരുന്നെങ്കിലോ? ആ സമയത്ത് മീനാക്ഷി വന്നിട്ട് ചോദിച്ചു, അപ്പൊ പേടിയുണ്ടല്ലേ? ഗോമതി സ്റ്റോഴ്സ് ബാലിനെ പേടിയുള്ളതുകൊണ്ടല്ലേന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആകാശ് പറഞ്ഞു, ഇതൊക്കെ എന്ത്, ഞാൻ എന്റെ മീനാക്ഷി സ്റ്റോഴ്സ് ഒന്ന് തുറന്നോട്ടെ, അപ്പോഴറിയാന്ന് പറഞ്ഞു. മീനാക്ഷി സ്റ്റോഴ്സോ? അതിന്റെ ആവശ്യമില്ല, ഇപ്പൊ ഗോമതി സ്റ്റോഴ്സ് തന്നെ ആകാശ് ജോലി എടുത്താൽ മതി, നല്ല രീതിയിലല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇനി വേറെ ഒരു ഷോപ്പ് തുറക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ആ സമയത്ത് ആകാശ് പറഞ്ഞു, പിന്നെ അത് ഞാനാ തീരുമാനിക്കുന്നേ, പലിശയ്ക്ക് പൈസ എടുത്തിട്ട് ഞാൻ അഡ്വാൻസ് കൊടുത്തിരിക്കുന്നേ, അതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. മീനാക്ഷി പറഞ്ഞു, ആരോട് ചോദിച്ചിട്ടാ ചെയ്തേ? സ്വന്തമായിട്ട് ചെയ്തതല്ലേ, അതുകൊണ്ട് അത് തുറക്കാൻ പോകുന്നില്ല, പിന്നെ നമുക്ക് കാണാന്ന് പറഞ്ഞു. മീനാക്ഷി പറഞ്ഞു, അതിന് സർട്ടിഫിക്കറ്റ് കിട്ടണമല്ലോ, അത് ഞാൻ തരണ്ടേന്ന് ചോദിച്ചു. അത് ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ ആകാശ് പറഞ്ഞു, അതെങ്ങനെ മേടിച്ചെടുക്കണമെന്ന് എനിക്കറിയാം, എങ്ങനെ മേടിച്ചെടുക്കും? ഇതിനു മുമ്പ് എന്റെ ഫയൽസ് ഒക്കെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ച ആളല്ലേ, ആ സർട്ടിഫിക്കറ്റ് അടിച്ചു മാറ്റാൻ വേണ്ടിട്ട്. എന്നിട്ട് എന്തായി? ഒന്നും നടന്നില്ലല്ലോ. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, ഇത്തവണ ഞാന് വേറെ കാര്യങ്ങളാ ചെയ്യാൻ പോന്നെ, ഏത് വിധേനെ നിന്റെ കയ്യിൽ നിന്ന് ഞാനത് വാങ്ങിച്ചെടുത്തിരിക്കുമെന്ന് പറഞ്ഞു. ആ ലൈസൻസ് കിട്ടിയിട്ടാ ഞാനിനി പുതിയ സ്റ്റോർ മീനാക്ഷി സ്റ്റോർ തുറക്കാനായിട്ട് പോന്നെ, നീ കണ്ടോളാൻ പറഞ്ഞു. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, ആയിക്കോട്ടെ, അങ്ങനെയാണ് ലൈസൻസ് എന്റെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കുന്നത് കാണണം, നാളെ 10:30 ആകുമ്പോ എന്റെ മോൻ അങ്ങോട്ടേക്ക് വരാം, ഞാനത് എഴുതി വെച്ചേക്കാന്ന് പറഞ്ഞു. നീ എന്നെ കളിയാക്കുമല്ലേ മീനു? കളിയാക്കുമൊന്നും വേണ്ട, എന്ത് ചെയ്യണമെന്ന് ഈ ആകാശിനെ അറിയാന്ന് പറഞ്ഞു. അങ്ങനെ മീനുവിനെ വെല്ലുവിളിക്കുകയാണ് ആകാശ്. ആ സമയത്ത് ആര്യം കിടന്നിട്ട് ആരിനും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ബാലൻ പറഞ്ഞ വാക്കുകളൊക്കെയായിരുന്നു ആരിന്റെ മനസ്സിൽ. എടാ, നീ എന്നെ നാണം കിടത്താനായിട്ട് ഇറങ്ങിയിരിക്കുമല്ലേ, മര്യാദയ്ക്ക് നാളെ നേരം വെളുക്കുമ്പോഴത്തേനും ഗോപാലന്റെ പണം കൊടുത്തിരിക്കണം. എന്താ ചെയ്യണ്ടേ? ആകെപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പോയല്ലോ. മീനാക്ഷി പൈസ തരാന്നൊക്കെ പറഞ്ഞു. പിന്നീട് ആര്യന് മിത്രയോട് ചോദിച്ചു, നീ ഉറങ്ങിയോന്ന് ചോദിച്ചു. ഇല്ല, എന്താ ആര്യെന്ന് ചോദിച്ചു. അല്ല, ഞാനിങ്ങനെ ഓരോന്ന് ആലോചിക്കുമായിരുന്നേ, അച്ഛനെ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഓ അതാണോ? ആര്യൻ എന്തിനാ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നേ? അങ്കിൾ ഒരു നല്ല കാര്യമല്ലേ ചെയ്തേന്ന് ചോദിച്ചു. നല്ല കാര്യം, അതെ. ആരിനോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിലേ അതിന് തക്കതായ കാരണമുണ്ട്. തന്റെ മക്കൾ മറ്റുള്ളവരുടെ മുന്നിൽ പൈസയ്ക്ക് വേണ്ടി കെഞ്ചി തല ഉനിക്കലെന്ന് കരുതിയിട്ടായിരിക്കും അങ്കിൾ അങ്ങനെ പറഞ്ഞ. അത് മനസ്സിലാക്കാനായിട്ട് ആരിന് പറ്റിയില്ലെന്ന് ചോദിച്ചു. ആര്യം പറഞ്ഞു, അല്ല ഞാന് എന്റെ ആര്യ, അങ്കിളിന്റെ സ്വഭാവം ആരിനറിയാവുന്നല്ലേ, ആരിനല്ലേ പറഞ്ഞത് നിങ്ങൾ എല്ലാരും കൂടെ പോയി ട്രിപ്പ് പോയി അടിച്ചു പൊളിച്ചേക്കാന്ന്. അങ്കിളുടെ വേറെ സ്വഭാവമായിരുന്നു, എന്നിട്ട് ഇപ്പോഴാരിനെന്താ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ആര്യം പറഞ്ഞു, എനിക്കെന്റെ അച്ഛനെ അറിയാം, എന്നാലും ഒരെന്നാലും ഇല്ലെന്ന് പറഞ്ഞു. പിന്നീട് മിത്ര ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാൻ കാരണം ആരിന്റെ പ്രശ്നങ്ങളല്ലേന്ന് ചോദിച്ചു. എന്ത് പ്രശ്നങ്ങള്? അല്ല, എനിക്ക് പഠിക്കാൻ വേണ്ടിട്ട് കുറച്ച് പൈസ കാര്യങ്ങളൊക്കെ ചെലവായിട്ടുണ്ടല്ലോ ഇപ്പൊ ട്രെയിനിങ്ങിന് പോകാനായിട്ട്. ഞാൻ ഓർക്കുന്നേ,
ഇപ്പൊ 3-4 പിള്ളേർക്കല്ലേ ട്യൂഷൻ എടുക്കുന്നുള്ളൂ, ഒരു ട്യൂഷൻ സെന്റർ അങ്ങ് തുടങ്ങിയാലോ എന്നാ. ട്യൂഷൻ സെന്ററോ? അതേനെ. അങ്ങനെയാണെങ്കിൽ കുറച്ച് പൈസ കിട്ടുമല്ലോ. ആന്റെ ഇപ്പോഴത്തെ കഷ്ടപ്പാടുകളൊക്കെ മാറും. ഇപ്പൊ തന്നെ ആരും രാവിലെ പകലില്ലാതെ കിടന്ന് ഓട്ടോ ഓടിക്കൊണ്ടിരിക്കുമല്ലേ. അങ്ങനെ ഓട്ടോ ഓടിയിട്ട് ആന്റെ ഹെൽത്തും കൂടെ നോക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോ ആരും പറഞ്ഞു അതൊന്നും സാരമില്ല, ഞാൻ ഓർക്കുന്ന എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ്സും കൂടെ തുടങ്ങിയാലെന്നാ. സൈഡ് ബിസിനസ്സോ? അതെ, എന്തെങ്കിലും ഒരു ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ. അത് കേട്ടപ്പം ഇത്രയും ആലോചിച്ചിട്ട് പറഞ്ഞു എങ്കില് ഒരു തട്ടുകട തുടങ്ങിയാലോ. തട്ടുകട? അതെ. ഓ, തട്ടുകട ഇപ്പൊ മുട്ടിനുണ്ട്. അപ്പൊ അത് തുടങ്ങിയിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഒരു കാർ വാഷിംഗ് സെന്റർ തുടങ്ങിയാലോ. വാഷിംഗ് സെന്റർ തുടങ്ങണമെങ്കിൽ കുറച്ച് പൈസ വേണ്ടി വരും. അപ്പൊ അതിനുള്ള പൈസ നമ്മുടെ ഇല്ലല്ലോ. അങ്ങനെ അവര് കുറെ കാര്യങ്ങൾ ആലോചിക്കുവാണ്. എന്ത് ബിസിനസ്, എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുവാണെങ്കിൽ ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമോ നല്ല രീതിയിൽ ഒരുമാതിരി തിരക്കേടില്ലാത്ത രീതി ജീവിക്കാൻ പറ്റും എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു രണ്ടുപേരുടെ മനസ്സിൽ. പിന്നീട് ആര്യം പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ഇപ്പൊ ബിസിനസിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട. ഞാനാണ് എന്തെങ്കിലും തുടങ്ങാൻ പോകുന്നേ. നീ പഠിക്കണം. IAS കാര്യമാണോ അറിയാലോ. അതിന്റെ ഇടയ്ക്ക് വേറെ എന്തിനേലും പോയി തലയിട്ടുണ്ടെങ്കിൽ പഠിക്കാനുള്ള സമയമൊന്നും കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ട് നീ പഠിച്ചാൽ മതിയാവുള്ളൂ പറഞ്ഞു. പണം ഞാൻ എങ്ങനെ ഉണ്ടായിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിത്രയുടെ ചട്ടം കിട്ടണം. മിത്ര പറഞ്ഞല്ല അത് വേണോന്ന് ചോദിച്ചു. വേണം, അങ്ങനെ തന്നെ വേണം, അല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു. പഠിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോഴത്തേനും ആര്യനും അജയനും കൂടെ ഗോമതി സ്റ്റോഴ്സിലേക്ക് ലോഡുമായിട്ട് വരുവാണ്. അങ്ങനെ ലോഡൊക്കെ കൊണ്ടുവന്ന് അവിടെ ഇറക്കണ സമയത്ത് ബാലൻ പറഞ്ഞു, തോന്നിവാസമല്ല രാമേട്ട ലോഡ് കൊണ്ടിരുന്നത്, അതിന് കൃത്യമായ സമയം കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലാതെ ഇവർക്ക് ഇഷ്ടമുള്ള സമയത്തല്ലെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആര്യൻ ഇങ്ങനെ നോക്കി. പിന്നീട് ആര്യം പറഞ്ഞു, അത് രാമേട്ട ഒരു കാര്യമുണ്ട്, ഈ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴേ അത്ര കൃത്യ സമയത്ത് കൊണ്ടുവരാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ ചുമന്ന വെട്ടമുള്ള വണ്ടിയിൽ ഇനി മുതൽ ലോഡ് കൊണ്ടുവന്ന് ഇറക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അത് തന്നെ കളിയാക്കിയതെന്നുള്ള കാര്യം ബാലിന് മനസ്സിലായി. അപ്പോഴേക്കും അവിടെ ഇരുന്ന് ആകാശവും ധർമ്മനും ഒക്കെ ചിരിക്കുകയാണ്. ചുമന്ന വെട്ടമുള്ള വണ്ടിയെ പോവായിരുന്നല്ലോ, ചുമന്ന വെട്ടമൊക്കെ ഇട്ട്. അത് ആരുടെ കുഴപ്പ? പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പഠിക്കണം, അല്ലാതെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടഞ്ഞപ്പോ ധർമ്മന് ആകാശനോട് പറഞ്ഞു, മിക്കവാറും ആരിനിപ്പൊ തന്നെ കണ്ടോ അടുത്ത കൗണ്ടർ അടിക്കുമെന്ന് പറഞ്ഞു. ആരും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, അത് ശരിയാ, അതെനിക്ക് തോന്നുന്നുണ്ട് മാമാന്ന് പറഞ്ഞു. ഈ സമയത്ത് ആര്യം പറഞ്ഞു, ചുമന്ന വെട്ടമുള്ള വണ്ടി അതിന്റെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മക്കളുടെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അത് ആദ്യം പഠിക്കാനായിട്ട് ശ്രമിക്കണം രാമേട്ട, അല്ലാതെ അവരുടെ തലയിലേക്ക് അച്ഛനമ്മമാരുടെ ഇഷ്ടം അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ആ സമയത്ത് ബാലനും പറഞ്ഞു, ഇഷ്ടം അടിച്ചേൽപ്പിക്കുകയാണ് പോലും, അങ്ങനൊന്നുമല്ല, ഇതൊക്കെ ഓരോരുത്തരോട് പറഞ്ഞ് തലയിലേക്ക് കേർത്തില്ല രാമേട്ട, അതൊക്കെ മനസ്സിലാവണമെങ്കിലേ അധികം വൈകാതെ ഇവരും അച്ഛനും അമ്മയൊക്കെ ആവൂലോ, ഇവർക്കും മക്കളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അവരും പഠിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലാവുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ആര്യം പറഞ്ഞു, പിന്നെ ഈ ഭൂമി ഉണ്ടായ കാലം തൊട്ട് കേൾക്കുന്ന കാര്യമാ, നിനക്കും മക്കളുണ്ടാവൂലോ, അപ്പൊ നിങ്ങൾ പഠിച്ചോളൂലോ, അപ്പൊ നിങ്ങൾ അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ ഇത് എത്ര കാലമായിട്ട് കേൾക്കുന്നു, അതിനകത്തൊന്നും ഒരു വലിയ കഥയില്ലാന്ന് പറഞ്ഞു. ആ സമയത്ത് ബാലൻ പറഞ്ഞു, പറയുന്നവർക്ക് അങ്ങനെ പലതും പറയാൻ രാമേട്ട, പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഈ പൊരി വെയിലത്ത് ലോഡും കൊണ്ട് നടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? പഠിക്കേണ്ട സമയത്ത് വൃത്തിക്ക് പഠിക്കുവാണെങ്കിൽ ഇനിയിപ്പം സ്വന്തം ഭാര്യയെങ്കിലും പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കാനായിട്ട് നോക്ക്. ഇത് കേട്ടപ്പോ ആര്യം പറഞ്ഞു, എന്റെ ഭാര്യയുടെ ഇഷ്ടം ഒരു IAS കാരിയാന്നുള്ളതാണ്, അതിനെന്തായാലും ഞാൻ അവളെ പ്രാപ്തിയാക്കും, എനിക്ക് ആ കാര്യത്തിൽ ഉറപ്പുണ്ട്. അവൾക്ക് അതിനോട് താല്പര്യം ഉള്ളതുകൊണ്ടാ, പക്ഷേ എനിക്ക് ആ കാര്യത്തിലൊന്നുമല്ല താല്പര്യം. എന്റെ അജയ, നിന്നെ ഞാൻ സംഭവിച്ചു തന്നിരിക്കുന്നു, നിനക്ക് എന്ത് സൗഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നേ. നിന്റെ കാര്യത്തില് നിന്റെ വീട്ടുകാർ അധികം ഇടപെടത്തില്ലല്ലോ, അത് ചെയ്യരുത് ഇത് ചെയ്യലെന്നൊക്കെ പറഞ്ഞിട്ട് ആ കാര്യത്തില് നീ ഭയങ്കര ഭാഗ്യവാനാന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു, ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നും, കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ തിരുത്തി പറയൂന്ന് പറഞ്ഞു. ഈ സമയത്ത് ആര്യം പറഞ്ഞു, അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാകത്തില്ല രാമേട്ട, ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആ ഇഷ്ടത്തിനനുസരിച്ച് വേണം ജീവിക്കാനായിട്ട്, അല്ലാതെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ കഴിഞ്ഞപ്പോഴത്തേനും ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞപ്പോ ആര്യം പറഞ്ഞു, അതെ പൈസ ലോഡിനെ കിട്ടുമായിരുന്നേ പോയേക്കാരെന്ന് പറഞ്ഞു. ആ സമയത്ത് ബാലൻ പറഞ്ഞു, പൈസയൊക്കെ ഡീലറെ ഏൽപ്പിച്ചോളാം. അതെ, ഡീലർ അല്ലല്ലോ ലോഡും കൊണ്ട് വന്ന രാമേട്ട, ഞാനല്ലേ ലോഡും കൊണ്ട് വന്നേ, പൈസ കിട്ടണമെന്ന് പറഞ്ഞു. ഒടുവില്
ബാലൻ പോയി 8,500 രൂപ എണ്ണി എടുത്തു. പിന്നെ ഒരു 100 രൂപ കൂടെ എക്സ്ട്രാ എടുക്കണം. ലോഡിന്റെ 8,500 രൂപ, പിന്നെ 100 രൂപ എക്സ്ട്രാ ഉണ്ടെന്ന് പറഞ്ഞു. അജയൻ പോയി പണം വാങ്ങിക്കുവാണ്. ആന്റിയിലേക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആന്റി ആ പണമൊക്കെ എണ്ണി നോക്കി. അതെ, എക്സ്ട്രാ പൈസയുടെ ആവശ്യമൊന്നും എനിക്കില്ല. എന്റെ ഭാര്യയെ പഠിപ്പിക്കാനായിട്ടേ എനിക്ക് ആരുടെ ഓസും കാര്യങ്ങളൊന്നും വേണ്ട. ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ മതി. ഇപ്പൊ ഞാൻ ഈ ലോഡ് ഇറക്കുന്നതിനുള്ള പൈസ എന്റെ മുതലാളി എനിക്ക് തരുന്നുണ്ട്. ഈ 100 രൂപ അങ്ങ് തിരിച്ചു കൊടുത്തേക്ക് അജയൻ എന്നൊക്കെ പറഞ്ഞ് അജയന്റെ കയ്യിലേക്ക് കൊടുത്തു. അജയൻ അതുകൊണ്ടെന്ന് അവിടെ ഏൽപ്പിക്കുകയാണ്, ബാലിനെ ഏൽപ്പിക്കുകയാണ്. ബാലിന് ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആകാശിനും ധർമ്മനും ഒക്കെ ഇത് കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ചിരി വന്നു. പിന്നീട് ആരിനെ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുകയാണ്. ഈ സമയത്ത് ബാലൻ പറയുന്നു, വിളിച്ചു പറഞ്ഞു, അതെ സൂക്ഷിച്ചു പോണം കേട്ടോന്ന്. അത് കേട്ടപ്പോ രാമേണ്ണന്റെ ചിരി വന്നു. ആകാശിനും ധർമ്മനും ഒക്കെ ചിരി പൊട്ടി. കാരണം ഇത്രയും സമയം വലിയ വാഗ്വാദങ്ങൾ നടത്തിക്കൊണ്ടിരുന്നാണ്. പക്ഷെ ആരെയും വണ്ടി എടുത്ത് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ബാലിന് ഭയങ്കര ടെൻഷനായി. അതുകൊണ്ടാണ് ബാലൻ അങ്ങനെ പറയണത്. പിന്നീട് പതിവ് പോലെ മീനാക്ഷി ഓഫീസിലേക്ക് വരുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വീണാമാടം വന്നു കഴിഞ്ഞപ്പോ ആകെപ്പാട് ടെൻഷൻ അടിച്ച് മീനാക്ഷി നിൽക്കുന്നുണ്ട്. എന്താ മീനാക്ഷി, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അല്ല, ഹരിസാറ് വന്നില്ലോ, ഇതെന്താ ഇത്ര ലേറ്റ് ആണെന്ന് ചോദിച്ചു. ഓ അതോ, സാർ ഇന്ന് ലീവാന്ന് പറഞ്ഞു. ലീവോ? അതെന്താ? എന്താന്നറിയത്തില്ല, ലീവാ. അയ്യോ, അങ്ങനെയാണെങ്കിൽ സാറിന്റെ വീട് വരെ എനിക്കിത് പോകേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞു. അല്ല എന്താ മീനാക്ഷി, കാര്യം എന്താന്ന് ചോദിച്ചു. അത് പിന്നെ ഉണ്ടല്ലോ, എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു. PF നിന്ന് എടുക്കാന്ന് കരുതിയതാ. ഒരു 25,000 രൂപ വേണമായിരുന്നു എനിക്ക് എന്നൊക്കെ പറയണം. ഈ സമയത്ത് അങ്ങോട്ടേക്ക് വേറൊരു പുള്ളിക്കാരനും വരുവാണ്. അയാൾ കേൾക്കുന്നുണ്ടായിരുന്നു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. ആ സമയം വീണാമാടം പറഞ്ഞു, അയ്യോ അതിനെ വീട്ടിൽ ചെന്നിട്ടും കാര്യമില്ല, ഹരിസാർ സ്ഥലത്തില്ല, 2 ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. ഓഫീസിലേക്ക് 2 ദിവസത്തിന് ശേഷം വരത്തുള്ളൂ എന്ന് പറഞ്ഞു. മീനാക്ഷിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. അപ്പോഴേക്കും വീണാമാടം ചോദിച്ചു, അല്ല എന്നാ പൈസ വേണ്ടേന്ന് ചോദിച്ചു. ഇന്നാ പൈസ വേണ്ടേ, 25,000 രൂപ വേണം. പൈസയുടെ കാര്യമല്ലേ, നമുക്ക് റെഡിയാക്കാം മീനു എന്നൊക്കെ പറഞ്ഞ് വീണാമാടം ആശ്വസിപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.